തലസ്ഥാന നഗരിയിലേക്കാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ സൂചിപ്പിച്ച പോലെ പ്രവചനത്തിന് അപ്പുറത്തേക്കുള്ള ഒരു രാഷ്ട്രീയ മത്സരം നടക്കുന്ന, അല്ലെങ്കിൽ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മത്സരം നടക്കുന്ന, അതോടൊപ്പം തന്നെ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാകുന്നു. വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ചർച്ചയായി പ്രചരണത്തിൽ മുന്നോട്ട് പോകുന്നു. എന്തായാലും വലിയ പ്രചരണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു വരവോട് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോരാട്ടമായി തിരുവനന്തപുരത്തിൻ്റെ മണ്ണ് മാറിയിരിക്കുന്നത്. BJPയെ സംബന്ധിച്ചോളം, NDA സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ വളക്കൂറുള്ള ഒരു മണ്ണ് കൂടിയാണ്. CPIയുടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു. അദ്ദേഹം അവിടുത്തെ MP ഒക്കെ ആയിരുന്നു. ഈ രീതിയിൽ ശക്തമായ പ്രചരണമാണ് നടക്കുന്നതെങ്കിലും റോഡ് ഷോയിലും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലൊക്കെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ഇവരേവരെക്കാളും ഒരു പടി മുന്നിലാണ് എന്നുള്ളതാണ് ആ മണ്ഡലത്തിന്റെ ഒരു വലിയ ആത്മവിശ്വാസം അല്ലേ പകരുന്നത്. ആ വാർത്തയിൽ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണം മൂന്നാം ഘട്ടത്തിലേക്ക് കടന്നതോടെ തലസ്ഥാന ജില്ലയിലും മണ്ഡല പര്യടനവും റോഡ് ഷോയും തുടരുകയാണ്. ഇടത് വലതു മുന്നണികൾക്ക് വെല്ലുവിളിയായി തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥിയുടെ മണ്ഡല പര്യടനവും റോഡ് ഷോയും തുടരുന്നു. നൂറുകണക്കിന് ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ തുറന്ന ജീപ്പിൽ പര്യടനം ആരംഭിച്ച സ്ഥാനാർത്ഥിക്ക് വൻ ജനപിന്തുണയാണ് നഗരഹൃദയം നൽകിയത്. BJP ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ പര്യടനം ഉദ്ഘാടനം ചെയ്തു. തലസ്ഥാനത്ത് മാറ്റം അനിവാര്യമാണെന്നും വികസനം എത്താത്ത തിരുവനന്തപുരത്ത് ഈ തെരഞ്ഞെടുപ്പിലൂടെ മാറ്റമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടിസ്ഥാനമില്ലാത്ത കാര്യം പറയുകയാണെന്നും കുമ്മനം രാജശേഖരൻ കുറ്റപ്പെടുത്തി. നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ മാറ്റമുണ്ടാകണമെങ്കിൽ നാളിതുവരെ കണ്ടിരുന്ന എല്ലാ സംവിധാനങ്ങളെയും സാഹചര്യങ്ങളെയും മാറ്റിമറിക്കണം. ഇന്നും നമ്മുടെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഈ കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കെട്ടുകഥകളും പച്ച നുണകളും എല്ലാം ഇന്ന് തുറന്നു കാണിച്ചേ മതിയാകും. ഈ സമകാലീന രാഷ്ട്രീയ സംഭവവികാസങ്ങൾ വിലയിരുത്തുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം, മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യാതൊരു വിധത്തിലുള്ള അടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങളാണ്. അവരിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ തലസ്ഥാനത്തെത്താത്ത വികസനം തന്നിലൂടെ തിരുവനന്തപുരത്ത് എത്തിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖറും ആവർത്തിച്ചു. ഇവിടെ ഞാൻ ആദ്യം കരുതിയത് ഇതൊരു മത്സരമായിട്ടാണ് ഞാൻ കരുതിയത്. ഇന്ന് തിരുവനന്തപുരത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാനും തിരുവനന്തപുരത്തിന് മാറ്റം കൊണ്ടുവരാൻ എന്റെ ഒരു നിയോഗമാണ് BJPന്റെ നരേന്ദ്രമോദിജിന്റെ ഒരു നിയോഗമായിട്ട് മാറിയിട്ടുണ്ട്. പരമാവധി ജനങ്ങളെ നേരിൽ കാണാനും ജനങ്ങളുടെ അനുഗ്രഹാശീർവാദം ഏറ്റുവാങ്ങാനുമുള്ള NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ പര്യടനം മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുകയായിരുന്നു. യുവതി യുവാക്കളെ നേരിൽ കണ്ട് നരേന്ദ്രമോദിയുടെ വികസന പദ്ധതികൾ നേരിട്ട് ബോധ്യപ്പെടുത്തിയ സ്ഥാനാർത്ഥി നാടും നഗരവും തീരവും സന്ദർശിച്ച ശേഷമാണ് സ്വീകരണ പര്യടനം തുടരുന്നത്. ജനം, തിരുവനന്തപുരം.